to another video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. Production, exchange and consumption of goods and services are among the basic economic activities of life. In the course of these basic economic activities, every society has to face scarcity of resources. Production, exchange and consumption of goods and services. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എക്കണോമിയിലുണ്ടാകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലമാണ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഭ്യതക്കുറവ്. എന്തിൻ്റെ ലഭ്യതക്കുറവ്? റിസോഴ്സസിൻ്റെ ലഭ്യതക്കുറവ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ദാറ്റ് ഗിവ്സ് റൈസ് ടു ദി പ്രോബ്ലം ഓഫ് ചോയ്സ്. അതേപോലെ തന്നെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുമ്പോൾ അവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് കൂടി വരും. The scarce resources of an economy have competing usages. In other words, every society has to decide on how to use its scarce resources. അതേപോലെ തന്നെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ്. അപ്പോൾ ഫസ്റ്റ് അവർ ഡിസൈഡ് ചെയ്യണം ഈ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നത്. നെക്സ്റ്റ് നമുക്ക് വാട്ട് ആർ ദ മെയിൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി എന്നതിനെക്കുറിച്ചിട്ട് നോക്കാം. 3 മെയിൻ സെൻട്രൽ പ്രോബ്ലംസ് ആണ് ഒരു എക്കണോമിയിലുള്ളത്. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഫോർ ഹും ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് സെൻട്രൽ പ്രോബ്ലം, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. Every society must decide on how much of each of the many possible goods and services it will produce. Whether to produce more of food, clothing, housing or to have more of luxury goods. ഏത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം? അത് ഫുഡ് ഐറ്റം ആവണോ അല്ലെങ്കിൽ ക്ലോത്തിങ്, ലക്ഷറി, ഇങ്ങനെയുള്ള ഏത് ഐറ്റം ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Whether to have more agricultural goods or to have industrial products and services. Whether to use more resources in education and health or to use more resources in building military services. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അഗ്രികൾച്ചറൽ ഗുഡാണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണോ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അതേപോലെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് അലോക്കേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഹെൽത്തിൽ, അതുമല്ലെങ്കിൽ മിലിറ്ററി സർവീസസിലേക്കാണോ കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അറൈസ് ചെയ്യും. അതേപോലെ വെദർ ടു ഹാവ് മോർ ഓഫ് കൺസപ്ഷൻ ഗുഡ്സ് ഓർ ടു ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ് വിച്ച് വിൽ ബൂസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ടുമാറോ. കൺസപ്ഷൻ ഗുഡാണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡാണോ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇതിൽ ഏത് ഗുഡായിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഫ്യൂച്ചറിൽ പ്രൊഡക്ഷനെയും കൺസപ്ഷനെയും ബൂസ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഒരു എക്കണോമി ഫേസ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് പ്രോബ്ലം, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ദി സെക്കൻഡ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. Every society has to decide on how much of which of the resources to use in the production of each of the different goods and services. അതായത് സൊസൈറ്റി ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം ഏത് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വെദർ ടു യൂസ് മോർ ലേബർ ഓർ മോർ മെഷീൻസ്. ലേബർ റിസോഴ്സസ് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെഷീൻ റിസോഴ്സസ് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ വിച്ച് ഓഫ് ദി അവൈലബിൾ ടെക്നോളജീസ് ടു അഡോപ്റ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദി ഗുഡ്സ്. പല തരത്തിലുള്ള ഗുഡ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസോഴ്സസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഏത് ടെക്നോളജി ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കണം. The final central problems of an economy. For whom are these goods produced? ഇതിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 3 പ്രോബ്ലംസ് വരും.
Who gets how much of the goods that are produced in the economy? How should the produce of the economy be distributed among the individuals in the economy? Who gets more and who gets less? ഈ ഒരു പ്രോബ്ലം നോക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ആർക്കാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ലഭ്യമാകുന്നത്, അതേപോലെ എങ്ങനെയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആർക്ക് കൂടുതൽ കിട്ടും, ആർക്ക് കുറവ് കിട്ടും, ഇങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് എറൈസ് ചെയ്യും. Thus, every economy faces the problem of allocating the scarce resources to the production of different possible goods and services and of distributing the produced goods and services among the individuals within the economy. അതായത് ഏതൊരു എക്കണോമിയും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് റിസോഴ്സ് അലോക്കേഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും. ഈ സ്കേഴ്സ് റിസോഴ്സസിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗുഡ്സിന് ഡിഫറെൻ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ എല്ലാ ഇൻഡിവിജ്വൽസിനും ലഭ്യമാകുന്ന തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് മെയിനായിട്ട് ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ദ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എനി എക്കണോമി. അതായത് ഏതൊരു എക്കണോമിയും ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെന്നാണ് പറയുന്നത്.